ഹലോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്? എപ്പോഴത്തെയും പോലത്തെ ബാക്ക്ഗ്രൗണ്ട് അല്ല. ഇന്ന് ഞാൻ കുറേ മമ്മീൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുള്ള ക്രിയേറ്റീവായിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നാട്ടോ. ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നത് മമ്മീൻ്റെ ഐഡിയയും ചേട്ടൻ്റെ സെറ്റിങ് കൂടെ ആയപ്പോഴത്തേനങ്ങ് സെറ്റായില്ലേ. ഞാനും പച്ച, ഡ്രസ്സും ഫുള്ള് പച്ച. അപ്പോൾ ഇന്ന് ഞാനൊരു ക്രിസ്മസ് മേക്ക് ഓവർ, ലൈറ്റ് മേക്കപ്പ് ഓവറാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോസ് ഇട്ട് കഴിഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ്, സമയമില്ലാത്തതുകൊണ്ടാട്ടോ. എന്നാലും ഞാൻ ഇടും അല്ലേ? അതെ, എന്താ വ്ളോഗ് ഞാനുണ്ടാ. എന്റെ ക്യാമറമാൻ ചേട്ടായുണ്ടോ? ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. അപ്പൊ നമുക്കിത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വലിയ സംഭവമുള്ള മേക്കപ്പ് ഒന്നുമില്ല, ലൈറ്റ് ആയിട്ട് നമുക്ക് പള്ളിയിൽ പോകാൻ ഉള്ള സംഭവങ്ങളൊക്കെയാണ്. ഇത്രയും പ്രൊഡക്റ്റ് ഒന്നും കണ്ടിട്ട് ആരും ഞെട്ടണ്ട. ഇത്രയും പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ ഇടുന്നില്ല, ലൈറ്റ് ആയിട്ടൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇടുന്ന പ്രോഡക്റ്റ് നമ്മുടെ മോയ്സ്ചറൈസറാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ B5 10% ഉള്ള മോയ്സ്ചറൈസർ ആട്ടോ. ജെൽ ടൈപ്പാണ്. ഓയിലി സ്കിന്നർക്ക് നല്ല അടിപൊളി മോയ്സ്ചറൈസർ ആട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം അപ്ലൈ ചെയ്യാം. തീരാനായി. ഡ്രൈ സ്കിന്നുകാർ ഒരിക്കലും ഓയിലി ടൈപ്പുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യരുത്. കാരണം ഇത് അത്ര അങ്ങോട്ട് ഹൈഡ്രേഷൻ തരില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പ്രൈമർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ നേരെ ഫൗണ്ടേഷനാണ് ഇടുന്നത്. ഇത് മേക്സ് മി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഫൗണ്ടേഷൻ ഉണ്ട്. വെൽവെറ്റ് മാറ്റ് ഫൗണ്ടേഷനാണ്. ഓയിൽ സ്കിന്നുകാർക്ക് ബെസ്റ്റാണ്. അതായത് ഒരു മാറ്റ് ലുക്ക് ആയിരിക്കും. ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല കേട്ടോ. അപ്പം ഭയങ്കര കവറേജ് ആണ്. നല്ല ലാസ്റ്റിംഗ് ഉള്ള ഇതാട്ടോ. നല്ല ഫിനിഷിംഗ് ഉള്ള ഫൗണ്ടേഷനാണ്. എൻ്റെ പുതിയ പ്രൊഡക്റ്റ് ആട്ടോ. കുറച്ച് മതി നമുക്ക്, വളരെ കുറച്ച്. നമുക്കിങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ കൊടുക്കാം. ഇത് എൻ്റെ സ്കിന്നേക്കാൾ ഒരു പൊടിക്ക് ഫെയർ ആണ്. പക്ഷെ എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആവും ഫൗണ്ടേഷനൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡ് ഇട്ട് കൊടുത്താൽ നമുക്ക് ലാസ്റ്റത്തെ ലുക്കിലേക്ക് സെറ്റ് ആവും കേട്ടോ. ഇത് ഞാൻ സ്പോഞ്ച് ആട്ടോ, ബ്യൂട്ടി ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കൺസീലറൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം തിക്കായിട്ടുള്ള ഫൗണ്ടേഷനാണ്. ചെറിയ പാടും മാർക്കൊക്കെ ഇത് തന്നെ കവർ ചെയ്തോളും കേട്ടോ. പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല. നമുക്ക് പള്ളി ക്രിസ്മസിന് പോകാനുള്ളതുകൊണ്ട് ഒത്തിരി ആഡംബരമായിട്ടൊന്നും ചെയ്യണ്ട. ഈ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വാഷ് ചെയ്തിട്ട് നല്ല സ്പോഞ്ച്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വേണം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തു കേട്ടോ. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ഷെയ്ഡ് 301 ആട്ടോ. അപ്പം നെക്സ്റ്റ് നമുക്ക് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് ഫൗണ്ടേഷൻ പ്ലസ് കോമ്പാക്റ്റ് ആണിത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ് ഇതാണ്. അത്യാവശ്യം കവറേജും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം പൗഡർ സെറ്റിങ് ചെയ്യും. ഡ്രൈ സ്കിന്നുകാർ ഒത്തിരി പൗഡർ സെറ്റിങ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഭയങ്കര കേക്ക് ആയിട്ടിരിക്കും. നമ്മൾ എന്തൊക്കെ ഫേസിലിട്ടാലും അതെല്ലാം നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നെക്സ്റ്റ് ഞാൻ ഐബ്രോ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്താൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എപ്പോഴും ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യും. അപ്പോൾ ഞാൻ യൂറോപ്പ് ഗേളിൻ്റെ ഐബ്രോ പൗഡർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അത് 3 ഷെയ്ഡ് ഉണ്ട്. ഞാൻ ഈ ബ്രൗൺ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്താൽ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ഒരു ലുക്കായിരിക്കും. ഇതാകുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഐബ്രോ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഐബ്രോ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് മേളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതെന്താ ഇങ്ങനത്തെ ഷേപ്പായത്. ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഐബ്രോ കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് കയ്യിലാക്കിയിട്ട് ബാക്കി നമ്മൾ ഇവിടുന്ന്, അതായത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാതെ ഈ മിഡ് ടു എൻഡ് വരെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ബാക്കി വന്ന ആ പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം ജസ്റ്റ് അടിയിൽ ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് മേളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാത്രം കൊടുക്കുക. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഡാർക്കാക്കി എഴുതുവാണെങ്കിൽ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്കായിരിക്കും കേട്ടോ.
വാലൊക്കെ ഇട്ട് കൊടുക്കേണ്ടവർക്ക് വാലിട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് അത്ര ലെങ്ത് ഇല്ല ഐബ്രോസിന്. അപ്പം ഞാൻ കുറച്ചിങ്ങനെ നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഐബ്രോ സെറ്റായി. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ കുറച്ചൊന്ന് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ഐ ഷാഡോ നമ്മുടെ ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ചാമ്പടിൻ്റെ എർത്തി റെഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടോ. അപ്പം ഇത് കുറച്ച് ഞാൻ നമ്മുടെ ഐലിറ്റിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതുകൊണ്ട് വിചാരിക്കണ്ട, ഞാനങ്ങനെ പുറത്തിരുന്ന് പപ്പ വന്നതിൻ്റെ ഇടയ്ക്ക് മമ്മി ചോറ് തിന്നുന്നു. അവിടെ ആരോ ഒച്ച മറ്റെന്തോ പണി കിടക്കണോണ്ട് അതിന്റെ ഒച്ചയുമുണ്ട്. ഞങ്ങള് പക്കാതെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ്ടാ. അപ്പൊ കുറച്ച് ഞാൻ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണില്. ഇത് പിന്നെ ക്രയോൺ ടൈപ്പ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് അങ്ങനെ കളർ അങ്ങനെ പെട്ടെന്ന് ഫെയ്ഡ് ആവത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇരുന്നോളൂ. കണ്ണിന്റെ അടിയിലും കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നെക്സ്റ്റ് ഞാൻ കണ്ണെഴുതാൻ പോകും. അപ്പൊ ഞാൻ ഷുഗറിന്റെ ജെൽ ഐലൈനർ വെച്ചിട്ടാണ് കണ്ണെഴുതുന്നത്. അപ്പൊ ഇതൊന്നും സ്പ്രെഡ് ആവത്തുമില്ല, നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ. നല്ല ലാസ്റ്റിംഗും ആണ്. ഞാൻ കണ്ണെഴുതി കഴിഞ്ഞു. അപ്പൊ ഞാൻ മസ്കാരയാണ് ഇടാൻ പോകുന്നത്. അത് മെബിലൈൻ്റെ ലാഷ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ വാട്ടർ പ്രൂഫ് മസ്കാര ഉണ്ടോ യൂസ് ചെയ്ത്. മൊത്തം വെള്ളിയാണല്ലോ. ഓക്കെ, നമ്മൾ മസ്കാര ഇടുമ്പോൾ എപ്പോഴും നേരെ ഡയറക്റ്റ് ഇങ്ങനെ മേളിലേക്ക് ചെയ്തത്. ആദ്യം നമ്മൾ താഴേക്ക് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് മേളിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ലെങ്തും വോളിയും ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ഇല്ല കണ്ടോ, ഈ ലാഷസും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് നല്ല വോളിയം ഉള്ളതായിട്ട് ഫീൽ ചെയ്യിക്കും. നമുക്ക് ഇപ്പോൾ ഫങ്ഷൻസൊക്കെ പോവുകയാണെങ്കിൽ, വലിയ ഫങ്ഷൻ ഒന്നുമല്ല, ചെറിയ ഫങ്ഷൻസൊക്കെ ആണെങ്കിൽ ഈ ലാഷസ് ഫേക്ക് ലാഷസ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ഒരു അടിപൊളി മസ്കാര ഉണ്ട് നമുക്ക്. ഇത് തന്നെ ധാരാളമാണ്. അപ്പം ഞാൻ അടിയിൽ കണ്ണെഴുതുന്നില്ല, ഞാൻ എഴുതാറേ ഇല്ല. അപ്പം ഞാൻ ഇത് കൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മസ്കാര ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇവിടെ ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എല്ലഗേളിന്റെ വെൽവെറ്റ് ബ്ലഷ് ആണ്, സ്റ്റിക്ക് ടൈപ്പ് ആട്ടോ. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ പൗഡർ ബ്ലഷിനേക്കാളും ഒന്നെങ്കിൽ ക്രീമി ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റിക്ക് ടൈപ്പ് ആയിട്ടുള്ളതൊക്കെയാണ്. നമുക്ക് കുറച്ചും കൂടി ഒരു ഡൂയി ഫിനിഷ് കിട്ടും. അപ്പം നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, കുറച്ച്. എന്നിട്ട് നമുക്ക് ഈ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കവിള് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ സ്മൈൽ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാതെ അങ്ങനെ കവിളൊന്നും തോന്നിക്കേണ്ടതാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ഇത്രയും ഭാഗം മാത്രം ബ്ലഷ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ചാമ്പഴിൻ്റെ എർത്തി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. അപ്പം ക്രയോൺ ടൈപ്പാണ്. നമുക്ക് നെക്സ്റ്റ് ഇത് അപ്ലൈ ചെയ്യാം. ഇതൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നമുക്കൊരു ഡാർക്ക്, ഒരു മീഡിയം സ്കിൻ ആർക്കും നന്നായിട്ട് പോകുന്നൊരു ഷെയ്ഡാണ്. നമുക്ക് കുറച്ചും കൂടെ ഒരു സ്കിന്നൊന്നും കൂടെ ബ്രൈറ്റ് ആയ പോലെ തോന്നിക്കൊണ്ട് ഈ ഷെയ്ഡ് ഇട്ട് കഴിയുമ്പോൾ നല്ല ലാസ്റ്റിംഗ് ഉള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഞാൻ നോർമലി പൊട്ടൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്നാലും നമുക്ക് ഈ ലുക്കിൽ ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്. ഞാൻ ഹെയർ സ്റ്റൈലും അങ്ങനെയൊന്നും ചെയ്യാറില്ല, കാരണം പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഇങ്ങനെ പോളി കെട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ലൂസ് ഹെയർ ആയിട്ടിടും.
വീഡിയോ ആയിട്ട് ഇരിക്കുന്ന ആവശ്യം എക്സ്പോർട്ട് ചെയ്തത്. വീട്ടിൽ യൂട്യൂബർമാർ തപ്പിക്കാൻ പറ്റത്തോ? ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സിമ്പിൾ മേക്ക് ഓവർ ആണ്, എല്ലാവർക്കും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന മേക്ക് ഓവർ ആണ്. പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. പിന്നെ കുറച്ച് റേറ്റ് കൂടിയ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഈ മാക്കിൻ്റെ ഇതാണ്. പിന്നെ നിങ്ങൾക്ക് ഏത് കോമ്പാക്ട് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ മെയിൻലി എപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഞാനിത് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്താൽ കേട്ടോ. ഇങ്ങനെ ഒരു ഷൂട്ടിന് വേണ്ടി പ്ലാൻ ചെയ്തപ്പം ചുമ്മാ അമ്മേൻ്റെ ഒരു സാരി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പം ഈ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അപ്പം പറ്റുവാണെങ്കിൽ ഇത് ഞാൻ മേക്കപ്പ് വീഡിയോസിൻ്റെ കൂടെ ഡ്രസ്സ് ഇങ്ങനത്തെ ഗൗണുകളൊക്കെ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോസും കൂടെ ചെയ്യണം ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടെ വരും. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഗൈസ്, ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ തൊപ്പി വെക്കാൻ മറന്നുപോയി. ക്രിസ്മസിൻ്റെ ഷൂട്ടായിട്ട് നമ്മൾ നമ്മുടെ പപ്പഞ്ഞിൻ്റെ തൊപ്പി വെച്ചില്ലേ, പിന്നെ എന്തില്ലേ. അത് തന്നെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. എല്ലാവർക്കും നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി സിമ്പിൾ മേക്ക് ഓവർ ഇങ്ങനെ ചെയ്തിട്ട് പോകാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് യൂഷ്വലി സിമ്പിളായിട്ട് മേക്ക് ഓവർ ചെയ്യാറ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.